Hi friends, welcome back to Click and Cook Recipes. Homemade cream cheese ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ക്രീം ചീസ് ഉണ്ടാക്കി വരുമ്പോൾ ബാക്കി വരുന്ന വേ വാട്ടർ വെച്ച് നല്ലൊരു സിമ്പിൾ ലെമനേഡ് ഹെൽത്തി റെസിപ്പി കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പാല് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലൊന്ന് പിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് കൂളായതിനു ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഒരു ക്ലോത്ത് ഒരു പാത്രത്തിൻ്റെ മേലെ ഇതേപോലെ വിരിച്ചിടുക. ഇനി ഈ തുണിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് എല്ലാ വെള്ളവും പോകുന്നവരെ നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു ബാക്കി വരുന്ന വെള്ളത്തിനാണ് വേ വാട്ടർ എന്ന് പറയുന്നത്. ഇതിനുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നല്ല പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കൂടി ഞാനിതിൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കൂടി ഇതിങ്ങനെ ഈ ഒരു സ്ട്രെയിനറിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവൻ വെള്ളവും പോയി തീരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേവ് വാട്ടർ ഒരു 3-4 ടേബിൾ സ്പൂണ് വേവ് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ക്രീമി ആവുന്നത് വരേക്കും നമുക്ക് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഈ ബാക്കി വരുന്ന വെള്ളം ഇതിനെ വേ വാട്ടർ എന്ന് പറയും. ഇത് വെച്ചുകൊണ്ട് ഒരു നല്ലൊരു സിമ്പിൾ ലെമനേഡ് റെസിപ്പി കൂടി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് chia സീഡ് അല്ലെങ്കിൽ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഡ്രിങ്കാണ്. ഇത് ഇനി പ്ലെയിൻ ആയിട്ട് കുടിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഹോം മെയ്ഡ് ക്രീം ചീസും അതേപോലെ വേ വാട്ടർ ലെമനേഡ് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ഫ്രം ക്ലിക്ക് ആൻഡ് കുക്ക് റെസിപ്പീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.